ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു മോർണിംഗ് വ്ളോഗാണ്. കുറേ നാളുകളായിട്ട് വൈകി എണീറ്റുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് നേരത്തെ എണീക്കും. നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണം. ഇവിടെ ഇപ്പോൾ ആരും എണീറ്റിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് ഞാനിങ്ങനെ തന്നെക്കിരിക്കും. മോർണിംഗ് വ്ളോഗ് എടുക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ ലൈറ്റർ ഇന്ന് കത്തിയില്ല. ഇന്നലെ വരെ ഇത് വെച്ച് ഞാൻ കത്തിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇന്ന് കൃത്യമായിട്ട് ഇത് വർക്കായില്ല. എൻ്റെ ഒരുവിധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അങ്ങനെ ആയതുകൊണ്ട് എനിക്കിത് പുത്തരിയല്ല. ഞാൻ പിന്നെ അതൊക്കെ മാറ്റി വെച്ചു. ഇതാ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരുന്നു. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്തു നോക്കെ. സാധാരണ നിങ്ങൾ എണീക്കണേലും കുറച്ച് നേരത്തെ ഒന്ന് എണീറ്റിട്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് തനിയെ കുറച്ച് നേരം ഇരുന്ന് നോക്ക്. രാവിലെ തന്നെ ഇത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരും. അങ്ങനെ ഇരുന്നിരുന്ന സമയം 6 മണിയാവാറായി. കുഞ്ഞുവിനെ എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ചു. കുഞ്ഞു എന്താ ഇവിടെ വന്നിരുന്നു. ഈ സമയത്ത് നല്ല കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കാം. കുഞ്ഞു ആ സൗണ്ടൊക്കെ ശ്രദ്ധിച്ച് കിളികളെ കണ്ടുപിടിക്കാൻ പോയേക്കാം. കുഞ്ഞു കൂടുതൽ നേരം എന്തെങ്കിലും കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പിന്നെ അതിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളായിരിക്കും കൂടുതൽ. അങ്ങനെ കുഞ്ഞുവിൻ്റെ കുറേ സംശയങ്ങൾക്കൊക്കെ ഒടുവിൽ ഇന്ന് സ്കൂളിൽ ശിശുദിനമായിട്ട് പറഞ്ഞേൽപ്പിക്കാനുള്ള സ്പീച്ച് എന്നെ പറഞ്ഞേൽപ്പിക്കാൻ തുടങ്ങി. 2 ദിവസമായിട്ടുള്ളത് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇന്നലെ ആളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ആളത് പറഞ്ഞേൽപ്പിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നീട് അങ്ങോട്ട് ഞാൻ സത്യത്തിൽ മോർണിംഗ് വ്ളോഗ് എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ്. പിന്നെ കുഞ്ഞുവിനെ റെഡിയാക്കി ഇതാ ഇങ്ങനെ ചാച്ചാജിയൊക്കെ ആക്കി. കുഞ്ഞു സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ പിന്നെ ഇതാ ജിമ്മിൽ പോവാൻ റെഡിയായി. സാധാരണ വൈകുന്നേരങ്ങളിലാണ് ഞാൻ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ദാ ഇതും രാവിലെ ആക്കി. അതുകൊണ്ട് അന്നത്തെ ഡേ ഫുൾ ഉഷാറായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് ജിമ്മ്. എന്താ അങ്ങനെ ജിമ്മിലെത്തി. ഇന്ന് എനിക്ക് ലെഗ് ഡേ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ട് എൻ്റെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓക്കെ, ബൈ.